മൂന്നാമതൊരു കാര്യം തീരുമാനമെടുത്തത് നമ്മുടെ പൊതുസംഭരണമുണ്ട്, പ്രൊക്യൂർമെൻറ്റ്. ഇതിൻ്റെ മാനുവൽ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട മാനുവലാണ്. ഇന്നത്തെ കാലത്ത് പ്രൊക്യൂർമെൻറ്റ് മാറി പ്രൊക്യൂർമെൻറ്റായി മാറിയത് നമ്മുടെ മാനുവൽ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ വകുപ്പ് പ്രകടിപ്പിച്ച ജനറൽ ഫിനാൻഷ്യൽ റൂൾസും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. പക്ഷേ നമ്മുടെ മാനുവൽ വേറെയാണ്, കാലഹരണപ്പെട്ട മാനുവലാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ സംവിധാനം, ഒരു പ്രൊക്യൂർമെൻറ്റ് ഉൾപ്പെടെയുള്ള കാലത്ത് പൊതുസംഭരണത്തിന് സർക്കാർ സംഭരിക്കുന്നത് വർക്കുകളും ആ പ്രൊക്യൂർമെൻറ്റിൻ്റെ ഭാഗമാണ്. പണ്ട് സിവിൽ വർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വർക്കുകൾ, വിവിധ വകുപ്പുകളുടെ സംഭരണം, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത്, ടൂറിസം, IT, ഹയർ എഡ്യൂക്കേഷൻ, വാട്ടർ റിസോഴ്സസ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപസമിതിയാണ്. ഇവർ കൃത്യമായിട്ട് ഓരോ വകുപ്പിലെ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയും സംഭരണം, ഒരു പ്രൊക്യൂർമെൻറ്റ് നടക്കുന്നത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വേഗത്തിൽ നടത്താനും ട്രാൻസ്പെറൻ്റായി സുതാര്യമായി നടത്താനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ കർമ്മ പരിപാടികൾ ജൂലൈ 1 മുതൽ നടപ്പാക്കും. 100 ദിവസത്തേക്ക്, ജൂലൈ 1 മുതൽ 100 ദിവസത്തേക്ക് നടപ്പാക്കും. ഹൈക്കോടതിയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയെ നിയമിച്ചു. കേരള കാഷ്യൂ ബോർഡ് MD ആൻഡ് ചെയർമാനായി G ഉണ്ണികൃഷ്ണനെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തത്. മറ്റൊരു വലിയ വളരെ അഭിമാനകരമായ ഒരു വാർത്ത, നിരവധി വർഷക്കാലമായി തർക്കങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 പേരുമായി ബന്ധപ്പെട്ട എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവിലെ വിഷയം ഈ സർക്കാർ വന്ന് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് ഭംഗിയായി അത് പരിഹരിച്ചു. ഭൂവുടമയും അവരും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി അവർക്ക് 7 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കൊടുക്കും. അതേ ഭൂമിയിൽ, തർക്കഭൂമിയിൽ തന്നെ അവർക്ക് 5 സെൻറ്റ് വീതം ഭൂമി കിട്ടി. അവർക്കൊരു പൊതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊതുവഴി പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കും. രമ്യമായ പരിഹാരം. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് 15ാമത്തെ റിക്കവറി നടപടി നടന്നത്. കുറേ ആളുകളൊക്കെ അവിടെ പോയി സമരമൊക്കെ ചെയ്ത് 14 പ്രാവശ്യം ഈ റിക്കവറി നടപടി നടന്നിട്ട് ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല. ഞങ്ങളുടെ മുമ്പിൽ ആദ്യം ഈ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങളത് കൈകാര്യം ചെയ്തു. AGയെ കോടതിയിൽ ഹാജരാക്കി. AGയോട് നിർദ്ദേശം കൊടുത്ത് 2 ആഴ്ചത്തെ സമയപരിധി കോടതിയിൽ നിന്ന് വാങ്ങിച്ച് 2 കൂട്ടരുമായി നിരന്തരമായി സംസാരിച്ച് അത് ഒത്തുതീർപ്പിലെത്തിച്ച് എഗ്രിമെൻ്റ് വെച്ച് ആ എഗ്രിമെൻ്റ് കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. ഈ കാര്യത്തിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോണിനെയും കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രനെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു.